ജനങ്ങളുടെ പ്രതികരണം പല വിഷയങ്ങളിൽ നമ്മൾ ഇന്ന് ജനങ്ങളോട് പോയി ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുമായി സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി വരുന്ന വിവരമാണ് അഖിൽ മാരാരെ സംബന്ധിച്ചുള്ള ആ വാർത്തയൊക്കെ. അഖിൽ മാരാർ മത്സരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ് എന്ന് മംഗലശ്ശേരി കാർത്തികേയന്റെ ഡയലോഗ് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഇടത് വലത് നേതാക്കളുടെ തയ്യാറെടുപ്പും. ജയിച്ചേ പറ്റൂ, ആരെ ഇറക്കി ജയിപ്പിക്കും എന്നുള്ളതാണ്. ഇനി ഇൻഫ്ലുവൻസറിനെ ഇറക്കിയാലോ എന്നുള്ളതാണ്. അങ്ങനെ പോലും ചർച്ച നടക്കുന്നുണ്ടത്രേ. അതുകൊണ്ടാണ് അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ കോൺഗ്രസിനായി ഇറങ്ങും എന്നുള്ള വാർത്ത, പുതിയ വാർത്ത വരുന്നത്. അപ്പോൾ മാരാർക്ക് എത്ര ലൈക്കാണ്, മാരാരുടെ ഈ ലൈക്കുകളെല്ലാം വോട്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കൊട്ടാത്തലക്കാരനെ കൂട്ടുപിടിച്ചാൽ കൊട്ടാരക്കര കയറാനാകുമോ എന്നുള്ളത് ഷമീർ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. കണ്ടുവരാം. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് താരങ്ങളാണെങ്കിൽ എങ്ങനെയിരിക്കും? കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഇത്തവണ അഖിൽ മാരാരാണെന്നുള്ള പ്രചരണം സജീവമാണ്. അഖിൽ മാരാർ മത്സരിച്ചാൽ വിജയിക്കുമോ തോൽക്കുമോ? ജനം പ്രതികരിക്കുന്നു. അഖിൽ മാരാർ അത്ര വലിയ ഫേമസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വിജയിക്കാൻ സാധ്യത, കൊട്ടാരക്കരയിൽ ഫേമസ് ആയിരിക്കും, പക്ഷെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അഭിമാനം കാണാൻ എന്തുവാ, ബിഗ് ബോക്സിനകത്ത് കൂടെ കണ്ടുള്ള ഇതേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഈ മണ്ഡലമായിട്ട് ബന്ധമുള്ളവരാരും നിന്നെങ്കിൽ അവിടെ ശക്തമായൊരു മത്സരം നടക്കും. അഖിൽമാരാർ ആ ചിത്രത്തിൽ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ഫാൻ പവറൊക്കെ ഉണ്ട് അവർക്ക്, അതുകൊണ്ട് ജയിക്കും. ഫാൻ പേജ് ഒത്തിരി ഉണ്ട്, ഫാൻസ് ഒരുപാടുണ്ട്, ജയിക്കും. അവർക്ക് എന്തോ രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. ഇപ്പൊ സിനിമ ഫീൽഡിൽ ഇറങ്ങിയ മിക്ക ആൾക്കാരും നമ്മൾ കണ്ടോണ്ടിരിക്കുക, ഒരു കാര്യമില്ല അതിനകത്ത്. കോൺഗ്രസ് പാർട്ടിയുടെ ആണെങ്കിൽ അഖിൽ മാരാർക്ക് സാധ്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ ഒരു ജനവികാരമുണ്ട്. ഇപ്പം എതിരെയുള്ള ജനവികാരം അത് തീർച്ചയായിട്ടും വോട്ടായി മാറും. അത് അഖിൽ മാരാരെ സഹായിക്കുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള. അത് ജനപിന്തുണ അഖിൽ മാരാറിന് ശരിക്കുണ്ട്. ഉണ്ട്. ബിഗ് ബോസിൽ വന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്. ബിഗ് ബോസിലെ സ്റ്റാർ അല്ലായിരുന്നു പുള്ളി, അതൊക്കെ പറ്റത്തുള്ളൂ. സിനിമയിലൊക്കെ പറ്റും, അല്ല ജനപ്രതിനിധിയായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കൊട്ടാരക്കര മത്സരിച്ച് തോറ്റു പോകും. കോൺഗ്രസിന്റെ ഒരു തരംഗത്തിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഒരു തരംഗം, ഇപ്പോൾ ഒരു തരംഗം ഉണ്ടല്ലോ, പൊതുവേ ഒരു തരംഗത്തിൽ അഖിൽ മാരാരെന്നല്ല ചിലപ്പോൾ ആരും എന്താണ് ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത. ബിഗ് ബോസിൽ വലിയ താരമല്ലായിരുന്നു, മതതീവ്രവാദിയല്ലേ, അങ്ങനെയുള്ളവർക്ക് ആരെങ്കിലും വോട്ട് ചെയ്തില്ല. ബിഗ് ബോസ് വലിയ കക്ഷിയായിരിക്കും, അദ്ദേഹം വാക്സാമർത്ഥ്യം കൊണ്ട് ജയിക്കുന്ന ആളായിരിക്കും, പക്ഷേ ബാലോബലയിക്കത്തുള്ളൂ. നിങ്ങളാൾ പിന്നെ കുറച്ച് ഫെയിം ആയിട്ടുണ്ട് ഈ ഇതിനകത്ത് വന്നതിന് ശേഷം. അത് നമ്മുടെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവരും ആൾക്കാരെല്ലാം അറിയും. കൂടാതെ ഇപ്പം അവിടെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. മിക്കവാറും ജയിക്കാൻ സാധ്യതയുണ്ട്. ബോസി വന്ന ആളെ ഒരു കലാകാരനല്ലേ, കലാകാരന് ഒരു ലിമിറ്റില്ലേ. ഒരു പൊതുപ്രവർത്തകനും കലാകാരനും തമ്മിലുള്ള വ്യത്യാസം ഒരുപാടുണ്ട്. ബിഗ് ബോസ് ഒന്നും അല്ലല്ലോ, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അതെനിക്ക് തോന്നുന്നില്ല ആവുമെന്നൊന്നും. തെരഞ്ഞെടുപ്പുകളിൽ താരങ്ങൾ മത്സരിക്കുന്നത് കേരളത്തിൽ അത്ര പതിവുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് അഖിൽ മാരാർക്ക് ഉള്ളത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം. ബിഗ് ബോസിൽ വന്ന ആളാണ്, സെലിബ്രിറ്റിയാണ്, ഫെയിം ഉണ്ട്. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ എത്രമാത്രം കരുത്താകും എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഖിൽ മാരാരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അഖിൽ മാരാർക്ക് ജയസാധ്യത കുറവാണെന്നാണ് കൂടുതൽ ആളുകൾ പറയുന്നത്. എന്നാൽ ചിലർ ഒരു തരംഗത്തിനൊപ്പം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ആളുകളുടെ, കൊല്ലത്തു നിന്നുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.